വിജയ് ഹസാരെ ട്രോഫിയിൽ ക്വാർട്ടർ ലൈനപ്പായി തിങ്കളാഴ്ച നടക്കുന്ന മത്സരത്തിലെ സൂപ്പർ പോരാട്ടത്തിൽ മുംബൈ കർണാടകയെ നേരിടും. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ തോറ്റതോടെ കേരളം ക്വാർട്ടർ കാണാതെ പുറത്തായി. ഇത്തവണ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ടൂർണമെന്റ്. വിജയ് ഹസാരെ ട്രോഫി രാജ്യത്തുടനീളം ശ്രദ്ധേയമാക്കിയത് സൂപ്പർ താരങ്ങളുടെ കുത്തൊഴുക്ക്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നീ സൂപ്പർ താരങ്ങളോടൊപ്പം നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ നിരവധി താരങ്ങൾ വിവിധ ടീമുകൾക്കായി കളത്തിലെത്തി. അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാത്ത സമയത്ത് ആഭ്യന്തര ടൂർണമെന്റിൽ കളിക്കണമെന്ന BCCI നിർദ്ദേശമാണ് സൂപ്പർ താരങ്ങളെ വിജയ് ഹസാരയിലേക്ക് എത്തിച്ചത്. OCCനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും തുടർന്ന ഫോം ഡൽഹിക്കായി പാഡ് കെട്ടിയ കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിലും തുടർന്നു. ആന്ധ്രയ്ക്കെതിരെ സെഞ്ചുറിയും ഗുജറാത്തിനെതിരെ അർദ്ധ സെഞ്ചുറിയും താരം നേടിയപ്പോൾ 7 വർഷത്തിന് ശേഷമുള്ള വിജയ് ഹസാരയിലേക്കുള്ള തിരിച്ചുവരവ് രോഹിത് ആഘോഷമാക്കിയത് സെഞ്ചുറിയോടെ. ഹാർദിക്കും ഋഷഭ് പന്തും ഇഷാൻ കിഷനും വെടിക്കെട്ടാണ് ടൂർണമെന്റിൽ പുറത്തെടുത്തത്. സഞ്ജു സാംസണും വിജയ് ഹസാരയിലേക്കുള്ള വരവ് അറിയിച്ചത് സെഞ്ചുറിയോടെ. ജിതേഷ് ശർമ്മ അർദ്ധ സെഞ്ചുറിയുമായി കളം വാണപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായ ശ്രേയസ് അയ്യർ പുറത്തെടുത്തത് വെടിക്കെട്ട് ബാറ്റിംഗ്. യുവതാരങ്ങളും സെഞ്ചുറിയുമായി വിജയ് ഹസാരയിൽ കളം വാണു. ഇന്ത്യൻ ടീമിൽ തുടർച്ചയായുള്ള അവഗണനകൾക്ക് സെലക്ടർമാർക്ക് വിജയ് ഹസാരയിൽ റെക്കോർഡിട്ട് മറുപടി നൽകി രുദ്രാജ് ഗൈക്വാദും സർഫറാസ് ഖാനും. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയുമായി ടൂർണമെന്റിലെ മുംബൈയുടെ ടോപ്പ് സ്കോററായി സർഫറാസ്. ഒപ്പം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വെടിക്കെട്ട് തീർത്ത് സർഫറാസ് ലിസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം അർദ്ധ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരനെന്ന റെക്കോർഡിലും എത്തി. 15 പന്തിൽ നിന്നാണ് സർഫറാസ് അർദ്ധ സെഞ്ചുറി നേടിയത്. രുദ്രാജ് ഗൈക്വാദ് സെഞ്ചുറി വേട്ടയാണ് വിജയ് ഹസാരയിൽ തുടർന്നത്. ഗോവയ്ക്കെതിരായ സെഞ്ചുറി വേട്ടയോടെ ടൂർണമെന്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന അങ്കിത് ഭാവനയുടെ റെക്കോർഡിനൊപ്പം എത്തി രുദ്രാജ്. 15 സെഞ്ചുറികളാണ് രുദ്രാജിനും അങ്കിത്തിനുമുള്ളത്. ലിസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം 20 സെഞ്ചുറികളിൽ എത്തുന്ന താരമെന്ന നേട്ടത്തിലും ഗൈക്വാദ് എത്തി. 95 ഇന്നിംഗ്സിൽ നിന്നാണ് രുദ്രാജ് റെക്കോർഡിലെത്തിയത്. ദേവ്ദത്ത് പടിക്കലും സെഞ്ചുറി വേട്ട തുടർന്നു. വിജയ് ഹസാരയിൽ 5 സെഞ്ചുറികളാണ് താരം അടിച്ചു കൂട്ടിയത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ക്വാർട്ടർ പ്രതീക്ഷയുമായി അവസാന ഗ്രൂപ്പ് മത്സരത്തിനിറങ്ങിയ കേരളം തമിഴ്നാടിനോട് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങി ക്വാർട്ടർ കാണാതെ പുറത്തായി. 4 ഗ്രൂപ്പുകളിൽ നിന്നായി 8 ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. തിങ്കളാഴ്ച നടക്കുന്ന സൂപ്പർ ക്വാർട്ടറിൽ കർണാടക മുംബൈയെ നേരിടും. സൗരാഷ്ട്രയ്ക്ക് ഉത്തർപ്രദേശാണ് എതിരാളികൾ. ചൊവ്വാഴ്ച നടക്കുന്ന ക്വാർട്ടറിൽ ഡൽഹി വിദർഭയെയും പഞ്ചാബ് മധ്യപ്രദേശിനെയും നേരിടും. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.